അരിമണിയിലും അത് കഴിക്കേണ്ട ആളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ടെന്ന് എപ്പോഴോ കേട്ട കാര്യം ഓർമ്മ വരുന്നു. ഇവിടെ അരിമണിയുടെ കാര്യമല്ല, മറിച്ച് ഓരോരുത്തരുടെയും സോൾമേറ്റ് ആരായിരിക്കും എന്നത് അവർ ജനിക്കുമ്പോൾ തന്നെ കുറിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ചിലർക്ക് അങ്ങനെ കുറിച്ചു വെക്കുന്നുണ്ട്. അപ്പോ ആ പേര് കുറിച്ചിരിക്കുന്ന ആളിനെ തന്നെ ആയിരിക്കും ഒടുക്കം എങ്ങനെയൊക്കെ കറങ്ങി തിരിഞ്ഞായാലും അയാൾ കല്യാണം കഴിക്കുക. ഇങ്ങനെ പേര് കുറിക്കാതെ നിങ്ങളുടെ സോൾമേറ്റിനെ നിങ്ങൾ തന്നെ കണ്ടെത്താനായി ദൈവം ഒരു ചാൻസ് കൊടുത്തു വിടുന്ന ചിലരുമുണ്ട്. ഇവിടെ ഒരു പെൺകുട്ടിക്ക് ആരായിരിക്കും അവളുടെ ലൈഫ് പാർട്ട്ണർ ആവാൻ പോകുന്നത് എന്നൊരു ഐഡിയ കിട്ടുന്നു. അതായത് ആ പേര് മനസ്സിലാവുന്നു. ആരായിരിക്കും തങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ആവാൻ പോകുന്നതെന്ന് അന്വേഷിച്ചിറങ്ങുമ്പോൾ സംഭവിക്കുന്ന രസകരമായ കാര്യങ്ങൾ പറഞ്ഞ കഥയാണ് 2019 റിലീസായ ഡിയർ മൈ നെയിം. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ ജീവുവിനെ കാണിച്ചുകൊണ്ടാണ്. ജീവുദേ ഗെയിമൊക്കെ കളിച്ച് നല്ല ക്ഷീണത്തില് ഗ്രൗണ്ടിൽ ഇങ്ങനെ വെയിലേറ്റ് കിടക്കുന്ന സമയത്താണ് അവളുടെ കയ്യിൽ ഒരു പേര് തെളിഞ്ഞു വരുന്നത്. അത് കാണുന്നവൾ വാ വാ, ഇതിനായിട്ടല്ലേ ഞാൻ കാത്തിരുന്നത് എന്ന മട്ടിൽ വളരെ ക്യൂരിയസ് ആയി അത് നോക്കുമ്പോ കയ്യിൽ തെളിഞ്ഞു വന്നിരിക്കുന്നത് ജെ ഹേ എന്ന പേരാണ്. ഇതെന്താ പെട്ടെന്ന് അവളുടെ കയ്യിൽ ടാറ്റു കുത്തിയോ എന്ന് ചിന്തിക്കേണ്ട. സംഭവം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഒരു പുതിയ ടെക്നിക്കാണ്. ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ മുന്നേ ഞാൻ പറഞ്ഞതുപോലെ ഓരോ അരിമണിയിലും അത് കഴിക്കേണ്ട ആളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത് പോലെ അവരുടെ വിശ്വാസം അവർ വിവാഹം ചെയ്യേണ്ട ആളിന്റെ പേര് ഇതുപോലെ കയ്യിൽ ഒരു ഏജ് കഴിയുമ്പോൾ തെളിഞ്ഞു വരും എന്നതാണ്. അങ്ങനെ പ്രായപൂർത്തിയാവാത്തവരുടെ കയ്യിൽ വരില്ല, പ്രായപൂർത്തിയായി കല്യാണ പ്രായമാകുന്നവരുടെ കയ്യിലാണ് വരാറുള്ളത്. അങ്ങനെ ആ പേര് വെച്ച് ആരാണ് തന്റെ സോൾമേറ്റ് എന്ന് അവർ കണ്ടുപിടിച്ച് അയാളുമായി ഒന്നു ചേരണം. ചിലർക്ക് ഇതുപോലെ പേര് വരില്ല. അങ്ങനെയുള്ളവർക്ക് അവർക്ക് ഇഷ്ടമുള്ള ആളിനെ സെറ്റ് ചെയ്ത് കല്യാണം കഴിച്ച് ജീവിക്കാം. അപ്പോ ഇവിടെ ജീവുവിന് വിധിച്ചിരിക്കുന്ന പയ്യന്റെ പേര് ജേഹെ എന്നാണ് എന്നത് തീർച്ച. ജേഹ എന്ന പേരിൽ ഒരുപാട് പേര് കാണും. അതിൽ ഏത് ജേഹയാണ് എനിക്ക് വിധിച്ചിരിക്കുന്നവനെന്ന് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് അവൾക്ക് ആകെപ്പാടെ കൺഫ്യൂഷൻ. എന്തായാലും നമുക്കിപ്പോ ഒരാളെ പറ്റി അറിയണമെങ്കിൽ അയാളെ പറ്റി എന്തെങ്കിലും ഒരു ക്ലൂ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം എവിടെ ആയിരിക്കും പരിശോധിക്കുക? സോഷ്യൽ മീഡിയയിൽ. അതേപോലെ തന്നെ അവളും സോഷ്യൽ മീഡിയ എടുത്ത് ചെക്ക് ചെയ്യാനായി തുടങ്ങുന്നു. ജേഹ എന്ന പേരുള്ള എല്ലാ പ്രൊഫൈലുകളും അരിച്ചു പറക്കുക എന്നതാണ് അവൾ ഇപ്പൊ പ്ലാൻ ചെയ്യുന്നത്. അവൾ അങ്ങനെ ജേഹി എന്ന ഒരു പയ്യന്റെ പ്രൊഫൈല് തപ്പി പിടിച്ചെടുത്ത് അവനെ കാണാനായി നേരിട്ട് ചെല്ലുന്ന ടീം. അവൻ തന്നെയാണ് തന്റെ സോൾമേറ്റ് എന്ന സർവ്വ പ്രതീക്ഷയിലുമാണ് അവൾ പോകുന്നത്. പക്ഷെ അവിടെ എത്തിക്കഴിയുമ്പോൾ അവൻ ഓൾറെഡി ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. ഈ ഗേൾ ഫ്രണ്ട് ആണ് അവന്റെ സോൾമേറ്റ് എന്ന് അവന്റെ കയ്യിൽ പേരുണ്ടെന്നും പറഞ്ഞാണ് അവൻ അവളെ പ്രേമിക്കുന്നത്. ഇവനല്ലേ എന്റെ ആള്, ഇവന് വേറെ ആളുണ്ടോ? ഇതെങ്ങനെ ശരിയാവും എന്ന് കൺഫ്യൂഷൻ ആവുന്ന അവൾക്ക് ഇവനല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരിക്കും തന്റെ സോൾമേറ്റ്. അയാളെ കണ്ടുപിടിക്കാൻ മെനക്കെടണം എന്ന ആ ഒരു ചിന്ത പോകുന്നേയില്ല. അവള് തപ്പിപ്പിടിച്ചെടുത്ത ആള് വേറൊരാളുമായി ലൈനാണെന്ന് കാണുന്ന അവൾ ആകെ അപ്സെറ്റ് ആവുന്നു. ഇതേ സമയം ഇവൾ പഠിക്കുന്ന അതേ കോളേജിൽ തന്നെയാണ് യഥാർത്ഥത്തിൽ അവൾക്ക് വിധിക്കപ്പെട്ടിരുന്ന ജേഹയും ഉള്ളത്. അവൻ അവളെ കാണുന്നുണ്ടെങ്കിലും ജീവു ഒരു ടോംബോയ് ടൈപ്പിലെ മുടിയൊക്കെ വെട്ടി പൊതുവെ ആൺകുട്ടികൾ ഇടുന്ന ടൈപ്പ് ഡ്രസ്സൊക്കെ ധരിച്ച് നടക്കുന്നത് കാണുമ്പോൾ ഇതൊരു പെണ്ണാണെന്ന് അവൻ ചിന്തിക്കുന്നേയില്ല, ആണാണെന്നാണ് അവന്റെ വിചാരം. എന്തായാലും തന്റെ ആളിനെ എത്ര അന്വേഷിച്ചിട്ടും കണ്ടെത്താൻ സാധിക്കാത്ത നിരാശയിൽ അവൾ ഇരിക്കുമ്പോഴാണ് അവളുടെ ഫ്രണ്ടിനെ പറ്റി ഓർത്ത് അവൾക്ക് ഭയങ്കരമായ അസൂയ ഫീൽ ആവുന്നത്. കാരണം ഈ ഫ്രണ്ടിന്റെ ശരീരത്തില് അങ്ങനെ പേരൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ഫ്രണ്ടിന് ആരെ വേണേലും സെറ്റ് ചെയ്ത് ഡേറ്റ് ചെയ്യാം, പ്രണയിക്കാം, കല്യാണം കഴിക്കാം. പക്ഷെ പേരുള്ള സ്ഥിതിക്ക് ആളിനെ തന്നെ കല്യാണം കഴിക്കാൻ പാടും. അങ്ങനെ ഇവൾ അന്വേഷിച്ച് നടക്കുന്ന ഒരു ദിവസമാണ് കാഷ്വലായി ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന അവളുടെ നെഞ്ച് പടപട ഇടിക്കുന്നത്. അവൾ പെട്ടെന്ന് കയ്യിൽ ആ പേര് തെളിഞ്ഞു വന്നിരിക്കുന്നതിലേക്ക് നോക്കുമ്പോൾ അതിങ്ങനെ മിന്നി മറയുന്നതായി കാണുന്നു. ആരുടെ പേരാണോ കയ്യിൽ ഈ വന്നിരിക്കുന്നത്, ആളിനെ കാണുമ്പോഴാണോ ഇങ്ങനെ പേര് മിന്നി മറയുന്നത് എന്ന ഡൗട്ടിൽ അവൾ ചുറ്റിനും നോക്കുമ്പോൾ അവിടെ ഒരേ ഒരു പയ്യനാണ് ഇരിക്കുന്നത്. അവൾ നേരെ അവന്റെ അടുത്തേക്ക് ചെന്ന് ജേഹെ ആണോ എന്ന് അവനോട് ചോദിക്കുമ്പോൾ അവന്റെ പേര് അതായതുകൊണ്ട് തന്നെ അവൻ ഇങ്ങനെ അതെ എന്ന് പറയുന്നു. ആ സമയം അവൾ വളരെ ഹാപ്പിയായി എന്റെ പേര് ജീവു എന്നാണ്, നിങ്ങളുടെ കയ്യിൽ ആ പേരാണോ ഉള്ളത്? എന്റെ കയ്യിൽ ജേഹി എന്ന പേരാ ഉള്ളത്. അപ്പോ നമ്മൾ തമ്മിലല്ലേ പാർട്ട്നേഴ്സ് ആവാൻ പോകുന്നതെന്ന് അവൾ ഇങ്ങനെ അവനോട് ചോദിക്കുമ്പോൾ ഓൾറെഡി ഈ മുന്നിൽ നിൽക്കുന്നത് ഒരു പെണ്ണാണ് എന്നറിയാതെ പലപ്പോഴും ഒന്നിച്ചൊരേ സ്ഥാപനത്തില് പല ക്ലാസ്സുകളിലാണ് പഠിക്കുന്നതെങ്കിൽ പോലും ഒന്നിച്ചിങ്ങനെ മുന്നേ കണ്ടപ്പോഴെല്ലാം ഇതൊരാണല്ല പെണ്ണാണെന്ന് മനസ്സിലാക്കാതെ ആണാണെന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്ന അവൻ ഇപ്പോഴും ഇതിനോടൊക്കെ ഞാനെന്തിനാ ഈ കാര്യമൊക്കെ സംസാരിക്കേണ്ടത്, അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാനൊരു ആണിനെ കല്യാണം കഴിക്കാൻ തയ്യാറല്ല എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിൽ ഒന്നും സംസാരിക്കാൻ നിൽക്കാതെ ഒഴിഞ്ഞു മാറാൻ നോക്കുമ്പോൾ പറ, നിങ്ങളുടെ കയ്യിൽ തീർച്ചയായും പേര് വന്നു കാണുമല്ലോ, നിങ്ങളുടെ ലൈഫ്
ലൈഫ് പാർട്ട്ണറായിട്ട് വന്നിരിക്കുന്ന പേര് ഏതാണെന്ന് ചോദിക്കുമ്പോൾ അവൻ അതൊന്നും നിന്നോട് പറയേണ്ടയോ കാണിക്കണ്ടയോ ആവശ്യമില്ലാന്ന് അവളോട് ഒരുമാതിരി സംസാരിച്ച് ഇഗ്നോർ ചെയ്ത് പോവാണ്. പക്ഷെ ആ ഒരു സംഭവത്തിന് ശേഷം അയ്യോ ഞാനൊരു ആണിനെ കല്യാണം കഴിക്കേണ്ടി വരുമോ എന്നിങ്ങനെ അവൻ ആകെപ്പാടെ ആ ഒരു ചിന്തയിൽ തന്നെയാണ്. ഒരു ബോയ് മറ്റൊരു ബോയെ ഇഷ്ടപ്പെടുന്നതോ വിവാഹം ചെയ്യുന്നതോ ഒരിക്കലും തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷെ അവന് ആ ഒരു ചോയ്സിനോട് താല്പര്യമില്ലാത്തത് കൊണ്ട് അവൻ അത് ഏതാണ്ട് വലിയ തെറ്റ് പോലെയാണ് തോന്നുന്നത്. ഇനി എന്ത് ചെയ്യുന്നുള്ള ചിന്തയിൽ അവൻ അവന്റെ ഒരു സീനിയർ ഫ്രണ്ടിന്റെ അടുത്ത് നമ്മുടെ ശരീരത്തില് ഒരു പെണ്ണിന്റെ പേരിന് പകരം ഒരു ആണിന്റെ പേരാ വന്നിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോ എന്ത് ചെയ്യാൻ, നമ്മുടെ പാർട്ട്ണറിന്റെ പേരാണല്ലോ ശരീരത്തിൽ തെളിഞ്ഞു വരിക. അതുകൊണ്ട് തന്നെ ഒരു ആണിന്റെ പേരാണെങ്കിൽ പോലും ആ പയ്യനെ കണ്ടുപിടിച്ച് അങ്ങ് ലൈഫ് സെറ്റ് ആക്കണമെന്ന് സീനിയർ അവനെ ഉപദേശിക്കുകയാണ്. ഈ ജേഹിക്കാണെങ്കിൽ താമസിക്കാനായി ഒരിടം വേണം. അവന് പരിചയമുള്ള ഈ സീനിയറിന്റെ താമസ സ്ഥലത്ത് റൂമൊക്കെ വേക്കന്റ് ആയിട്ടുണ്ട്. അവന്റെ വീട്ടിൽ അങ്ങനെ ഇവൻ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഒപ്പം തന്നെ മറ്റൊരാളും താമസിക്കുന്നുണ്ട്. എന്നാലും വേക്കന്റ് റൂം ഉള്ളത് കൊണ്ട് നീ വേറെ പുറമേന്ന് സ്ഥലമൊന്നും അന്വേഷിക്കേണ്ട, എന്റെ അടുത്തേക്ക് തന്നെ വന്ന് താമസിച്ചോളാനായി സീനിയർ ജേഹിയോട് പറയുന്നു. ഇതേ സമയം ആ സീനിയറിന്റെ താമസ സ്ഥലത്തുള്ള മറ്റേ താമസക്കാരൻ ആരാണെന്നറിയാവോ? മറ്റാരുമല്ല, നമ്മുടെ ജീവു. അവള് താമസക്കാരനല്ല, താമസക്കാരിയാണ്. അതായത് പറഞ്ഞു വരുമ്പോ അവൾക്കും ജേഹിക്കും കോമൺ ആയി നല്ല പരിചയമുള്ള ഒരാളാണ് ഈ ഇടയിലുള്ള സീനിയർ. അവൾ അങ്ങനെ സീനിയറിന്റെ വീട്ടില് അവള് പെയിൻ ഗസ്റ്റ് ആയി താമസിക്കുന്ന ആ ഒരു റൂമിലിരുന്ന് അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിനോട് ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര് ഏമി എന്നാണ്. ഏമിയോട് ഇതുപോലെ എന്റെ പാർട്ട്ണറിനെ ഞാൻ കണ്ടു, പക്ഷെ അവനാണെങ്കിൽ ഒരു രീതിയിലും അവൻ തന്നെയാണോ എന്റെ പാർട്ട്ണർ എന്ന് അറിയാനായിട്ട് അവന്റെ ശരീരത്തുള്ള ആ പേരൊന്ന് കാണിക്കുന്ന പോലും ഇല്ലെന്നേ. ആ പേരൊന്ന് അവന് കാണിച്ചാ എന്തോ സംഭവിക്കാനാ, എന്തൊരു സ്വഭാവം ഇതെന്നൊക്കെ അവള് പറയുമ്പോ നീ എങ്ങനെങ്കിലും അവന്റെ ആ പേര് കണ്ടുപിടിക്കണം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്താൽ മതി. അവൻ കേസ് ഷർട്ടോ വല്ല ഊരുമ്പോ കണ്ടുപിടിക്കാൻ വലിയ പാടില്ലല്ലോ, അവൻ ആ സമയത്ത് അത് ഒളിപ്പിക്കാൻ കഴിയില്ലല്ലോ എന്നല്ല ഫ്രണ്ട് ഇങ്ങനെ അവൾക്ക് ഐഡിയ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരങ്ങനെ സംസാരിച്ച് പോകാനായി നിൽക്കുമ്പോഴാണ് സീനിയർ പറഞ്ഞത് പ്രകാരം സീനിയറിന്റെ വീട്ടില് പെയിൻ ഗസ്റ്റ് ആയി താമസിക്കാൻ ജയ്ഹിയുടെ വരവ്. അവൻ നോക്കുമ്പോ അവനെ വന്ന് കണ്ട് സംസാരിച്ച ജീവു നീ ഇവിടെ ഒരു പെണ്ണിനോട് ശരി ടാറ്റ ബൈ ബൈ മുത്തേ വീണ്ടും കാണാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവര് കാഷ്വലായി യാത്ര പറഞ്ഞ് പോകുമ്പോ അവര് ഫ്രണ്ട്സ് എങ്ങനെ മുത്തേ ചക്രി എന്നൊക്കെ വിളിച്ച് സംസാരിക്കുന്ന രീതിയിൽ സംസാരിച്ചാണ്. പക്ഷെ മാറി നിന്ന് കാണുന്ന ഇവളൊരു പെണ്ണാണെന്നും അറിയില്ല, ഇവര് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്നും അറിയില്ല. അതുകൊണ്ട് ഇവർ തമ്മിൽ ഏതാണ്ട് ലൈനാ എന്ന ആ ഒരു തെറ്റിദ്ധാരണയാണ് വരുന്നത്. അവൻ എന്നോട് നീ എന്റെ പാർട്ട്ണർ അല്ലേ എന്ന് ചോദിച്ച ആളല്ലേ ഇത്, എന്നിട്ട് ഇവിടെ എന്താ വേറൊരു പെണ്ണുമായിട്ട് ചുറ്റിക്കളിയെന്ന് അവൻ അന്തം വിട്ട് നിൽക്കുമ്പോഴാണ് അവിടെ ജേഹിയെ ജീവു കാണുന്നത്. ഇയാളെന്ത് ഇവിടെയെന്ന് അവളും ആകെ അന്തം വിടുമ്പോഴേക്കും സീനിയർ അവിടേക്ക് എത്തുന്നു. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് സീനിയർ പുതിയ താമസക്കാരൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്ന ആള് ഇവനാണെന്ന്. എന്തായാലും അവള് വളരെ ഹാപ്പി ആവുന്നു. എന്റെ ആള് ഇത്ര അടുത്തുള്ളപ്പോ എന്തായാലും അയാള് തന്നെയാണോ ആളെന്ന് എനിക്ക് കൺഫേം ചെയ്യാൻ വലിയ പാടൊന്നും കാണില്ല. എന്തായാലും എന്റെ ഒരു ഭാഗ്യവേ, ഇത്ര പെട്ടെന്ന് ആളിനെ ഇത്ര അടുത്ത് കിട്ടുമെന്ന് വിചാരിച്ചില്ലല്ലോ എന്നല്ല അവളിങ്ങനെ മനസ്സിൽ തുള്ളിച്ചാടുമ്പോ ഇവിടെയാണ് ജീവു താമസിക്കുന്നത് എന്നറിയുന്ന ജേഹിക്ക് അവിടെ താമസിക്കാൻ തീരെ താല്പര്യമില്ല. അവൻ നേരെ സീനിയറിന്റെ അടുത്ത് ചെന്ന് ഞാൻ ഇവിടെ പെയിൻ ഗസ്റ്റ് ആയിട്ട് താമസിക്കാൻ തന്ന അഡ്വാൻസ് കാശ് തിരിച്ചു തന്ന എനിക്ക് വേറെ എങ്ങോട്ടേലും പോവായിരുന്നു, ദയവ് ചെയ്ത് അത് തിരിച്ചു തരുമോ എന്നെല്ലാം റിക്വസ്റ്റ് ചെയ്യുന്നു. പക്ഷെ കാര്യം പറയുമ്പോൾ സീനിയർ കാശൊന്നും തിരിച്ചു കൊടുത്ത് അവൻ ഇവിടെ നിന്ന് താമസം മാറാൻ അനുവദിക്കുന്നില്ല. അവൻ കാര്യം പറയുന്നത് തനിക്ക് കാശ് തിരിച്ചു തരണം, തനിക്ക് മറ്റൊരു താമസ സ്ഥലം സെറ്റ് ആയിട്ടുണ്ടെന്നാണ്, അല്ലാതെ ജീവന്റെ കാര്യമൊന്നും പറയുന്നില്ല. അങ്ങനെ കാശൊന്നും തിരിച്ചു തരാൻ പറ്റത്തില്ല, നിനക്ക് വേണേ വേറെ സ്ഥലത്ത് താമസിക്കാൻ പൊക്കോ, കാശിനൊക്കെ ഇപ്പൊ ടൈറ്റ് ആണെന്ന് സീനിയർ പറയുമ്പോ അവൻ ചുമ്മാ പറഞ്ഞതല്ലേ, കാശില്ലാതെ അവൻ ഇവിടെ നിന്ന് പോവാനും നിവർത്തിയില്ല. അതുകൊണ്ട് അവൻ അവിടെ തന്നെ സ്റ്റേ ചെയ്യാനായി ഒരുങ്ങുന്നു. അങ്ങനെ ആ വീട്ടിലിപ്പോ ഉള്ളത് സീനിയറും ജീവുയും ജേഹിയും മറ്റൊരു പയ്യനുമാണ്. അങ്ങനെ പുതിയൊരു മെമ്പറും കൂടി ഇവിടേക്ക് താമസിക്കാനായി എത്തിയത് കൊണ്ട് ഒരു ചെറിയ വെൽക്കം പാർട്ടി സീനിയറും നടത്തുന്നു. ആ ഒരു സമയത്ത് ജേഹി ജീവുവിന് മുഖം കൊടുക്കാതെ മാക്സിമം ഒഴിഞ്ഞു മാറിയിരിക്കാനൊക്കെ നോക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് അവളും ചമ്മി അവനെ ഒരു വലിയ മൈൻഡ് ഇല്ലാതെ ഇരിക്കുമ്പോ ഇത് പുതിയൊരാൾ വന്നിട്ട് രണ്ടുപേരും പരിചയപ്പെടുന്നില്ലേ എന്നെല്ലാം അവരെ തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ നോക്കുമ്പോ അവള് അത് പിന്നെ നമുക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുക്കാന്ന് പറഞ്ഞ് നേരെ അവോയ്ഡ് ചെയ്ത് അകത്തേക്ക് കയറി പോകുന്നു. അങ്ങനെ അവൾ അവോയ്ഡ് ചെയ്ത് പോകുന്നുണ്ടെങ്കിലും അവളുടെ ഉള്ളില് എങ്ങനെയും തന്റെ ഫ്രണ്ട് എയിമി പറഞ്ഞതുപോലെ ഇവന്റെ ഷർട്ടില്ലാതെ പേരെഴുതിയിരിക്കുന്നത് കാണാൻ ഒരു ചാൻസ് കിട്ടണം എന്നതാണ്. കാരണം ഇവനാണ് തന്റെ ആളെങ്കിൽ ശരി ഇവന്റെ പുറകെ എഫേർട്ട് ഇട്ട് നടക്കാം, ഇവൻ അല്ലെങ്കിൽ വെറുതെ എന്തിനാ സമയവും എഫേർട്ടും ഒക്കെ വേസ്റ്റ് ആക്കുന്നത് എന്ന ചിന്തയായിരുന്നു അവൾക്ക്. എങ്ങനെയും ഇവനെ കൊണ്ട് ഷർട്ട് ഊരിപ്പിച്ച് ശരീരത്തിൽ പേരുണ്ടോ എന്ന് കണ്ടെത്താനായി അവൾ ഈ ഒരു അവസരം ഉപയോഗിക്കുന്നു. അവൾ അവന്റെ ദേഹത്തേക്ക് അറിയാതെ ഡ്രിങ്ക്സ് തട്ടി വിടുന്നത് പോലെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഡ്രിങ്ക്സ് അവന്റെ ദേഹത്ത് വീഴുന്നുണ്ടെങ്കിലും അവൻ ഷർട്ട് മാറി അവളുടെ മുന്നിൽ നിൽക്കുന്നില്ല. അവളാകട്ടെ അവൻ അവിടെ നിന്ന് ഡ്രിങ്ക്സ് വീണ ശേഷം എഴുന്നേറ്റ് പോകുമ്പോ ഇരുന്ന് പുറവുറുക്കുന്നുണ്ടായിരുന്നു. എന്നാലും എങ്ങനെ കണ്ടുപിടിക്കും എന്നെല്ലാം അത് തൊട്ടടുത്തിരുന്ന സീനിയർ കേൾക്കുന്നു. ആ സമയത്താണ് സീനിയർ അവളുടെ കയ്യിൽ ഇവിടുന്ന് എഴുന്നേറ്റ് പോയ ജേഹയുടെ പേരുള്ളത് കാണുന്നത്. അപ്പോ ഇവര് രണ്ടുപേരുമാണ് സോൾമേറ്റ്സ് എന്നത് മനസ്സിലാവുന്ന സീനിയർക്ക് ഒരു നിരാശ. കാരണം ജീവുവിനെ സീനിയർക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. എന്തായാലും ജീവു ആകട്ടെ ഇവിടെ ഇരുന്ന് ഡ്രിങ്ക്സ് അടിച്ച് ആകെ ഫിറ്റായി എഴുന്നേറ്റ് പോകുന്നത് നേരെ ജേഹെ കിടക്കുന്ന സ്ഥലത്തേക്കാണ്. അവൻ അവിടെ ഒരു കൗച്ചില് കിടക്കുകയായിരുന്നു. അവിടെ ചെന്ന് അവന്റെ പേര് നോക്കാനെന്നും പറഞ്ഞ് അവൾ അവന്റെ ദേഹത്തേക്ക് മറിഞ്ഞു വീണ് ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റായി ആകെ ഉറങ്ങാൻ തുടങ്ങിയതുകൊണ്ട്
അതുകൊണ്ട് തന്നെ അവൻ ചാടിപ്പടഞ്ഞ് എണ്ണിക്കുന്നു. ഇത് എന്റെ അടുത്തേക്ക് വന്നോന്ന് ഏതാണ്ട് ഇഷ്ടമില്ലായ്മയോടെ അവൻ അവളെ പിടിച്ചു മാറ്റാനായി നോക്കുന്നു. ശേഷം അവളെ താങ്ങി പിടിച്ച് അവളുടെ മുറിയിലേക്ക് കൊണ്ടുപോയി കിടത്തുന്ന ടീം ഇവൻ സ്ലിപ്പായി അവളുടെ ദേഹത്തേക്ക് വീണ് അറിയാതെ കിസ് അടിക്കുന്നു. അത്രയും നേരം തങ്ങൾ പരസ്പരം സോൾമേറ്റ്സ് ആണ് എന്ന് മനസ്സിലാക്കിയിട്ടും ഇതൊരു പയ്യനാണെന്ന തെറ്റിദ്ധാരണയിൽ ഒരു ഇഷ്ടക്കേട് തോന്നിയത് ഇപ്പോതേ പെട്ടെന്ന് ഇഷ്ടാണോ ഇഷ്ടമില്ലായ്മയാണോ എന്ന് മനസ്സിലാവാത്ത രീതിയിൽ ആ ഒരു കിസോട് കൂടി മാറാണ്. എങ്കിലും അവൻ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഓടി മറയുന്നു. പക്ഷെ ആ ഒരു ഇൻസിഡന്റ് അവന്റെ ഉള്ളിൽ പിന്നെ എന്തെന്നില്ലാത്ത ഒരു ഫീലിങ്സ് ആണ് ജീവുവിനെ കാണുമ്പോൾ ഉണ്ടാക്കുന്നത്. എവിടെ നോക്കിയാലും ജീവുവിനെ കാണുന്നത് പോലെയും അവളെ കാണുമ്പോൾ ഹൃദയം വല്ലാതെ ഇടിക്കുന്നത് പോലെയും ഒക്കെ അവൻ അനുഭവപ്പെടുന്നു. എന്തെങ്കിലും അങ്ങനെ വീണ്ടും രണ്ടുപേരും കൂട്ടിമുട്ടുന്ന രീതിയിൽ ഒരു സിറ്റുവേഷൻ വരുന്നു. ആ സമയത്ത് താൻ കിസ് ചെയ്തതെങ്ങാണം അത് അറിയാതെ ആണെങ്കിൽ പോലും ഇവൾ ജീവുവിന് ഓർമ്മ ഉണ്ടാകുമോ എന്ന ഡൗട്ട്. അത് പിന്നെ അന്ന് രാത്രി നടന്നതിന് സോറി എന്ന് അവനിങ്ങനെ പറയുമ്പോ അന്ന് രാത്രിയോ എന്താ നടന്നതെന്ന് അവൾ മനസ്സിലാവാതെ ചോദിക്കുന്നു. അത് പിന്നെ എന്നിങ്ങനെ ഇവൻ പറയാൻ മടിച്ചു നിൽക്കുമ്പോ ഇവൾ എന്താണെന്ന് അറിയാനുള്ള ഭയങ്കരമായ ആകാംക്ഷയുടെ കോട്ടുമുടി കയറി നിൽക്കുകയാണ്. ആ സമയത്ത് ജീവനൊന്നും ഓർമ്മയില്ലെന്ന് മനസ്സിലാക്കുന്ന അവൻ അത് പിന്നെ അറിയാതെ ഞാൻ നിങ്ങളെ കാലില് ചവിട്ടിയായിരുന്നു അതിന് സോറി എന്ന് പറയുമ്പോ അവൾ അത് കേട്ട് ചിരിക്കുന്നു. എന്തായാലും അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ സീനിയർ അവിടേക്ക് എത്തുന്നുണ്ട്. ആ ഒരു ടൈം ജീവനോട് നന്നായിട്ടൊന്ന് സംസാരിച്ച് തുടങ്ങുകയായിരുന്നു ജയ്ഹെ. അതുകൊണ്ട് തന്നെ സീനിയർ എത്തി ഇവരുടെ ഇടയിൽ ഇങ്ങനെ ഒരു കട്ടുറുമ്പായതൊന്നും അവൻ ഇഷ്ടപ്പെടുന്നില്ല. എങ്കിലും അവൻ ആ ടീം ഒരു തോന്നൽ വരുന്നുണ്ട്. ജീവുവിനോട് തനിക്ക് ഫീലിങ്സ് തോന്നുന്നത് ശരി തന്നെയാണോ, അത് ശരിയാവോ, എന്ത് ചെയ്യണമെന്ന് ആകെ കൺഫ്യൂഷൻ ആണ്. ഒരു തീരുമാനം എടുക്കാനായി അവൻ തല പുകഞ്ഞ് ആലോചിക്കുന്നു. അവളാകട്ടെ പതിയെ തല ചായച്ച് ഉറങ്ങുന്ന ആ ഒരു സ്ഥലത്ത് ചെന്നിരുന്ന് അവൻ ജീവുവിനെ തന്നെ നോക്കി ഈ ചെറുക്കനെ ഞാൻ ഇഷ്ടപ്പെട്ട കുഴപ്പമുണ്ടോന്നൊക്കെ ആലോചിക്കുമ്പോഴാണ് അവളുടെ കയ്യിൽ പതിച്ചിരിക്കുന്ന അവന്റെ പേര് മിന്നുന്നത് നമ്മൾ കാണുന്നത്. അവളും പതിയെ ഉറക്കത്തിൽ നിന്ന് എണ്ണീറ്റ് കണ്ണു തുറന്ന് നോക്കുമ്പോ കാണുന്നത് മുന്നിൽ നിൽക്കുന്ന ജയ്ഹയെ. എന്തിവിടെ നിൽക്കുന്നതെന്ന് അവൾ ചോദിക്കുമ്പോ അത് പിന്നെ ഞാൻ വാക്കിങ്ങിന് പോവാ കൂടെ വരുന്നു എന്ന് അവൻ ചോദിക്കുമ്പോ അവൾ വളരെ ഹാപ്പി ആവുന്നു. കാരണം ഇവൾക്ക് എന്തായാലും ഇവനെ വലിയ ഇഷ്ടം തന്നെയാണ്. അപ്പോ ഇവന്റെ കൂടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്യാന്ന് കേൾക്കുമ്പോൾ അവൾ വളരെ സന്തോഷത്തില് കൂടെ പോകുന്നു. അങ്ങനെ ഒന്നിച്ച് സംസാരിച്ച് നടക്കുന്നതിന്റെ ഇടയിൽ എപ്പോ തൊട്ട് ഈ പേര് നിന്റെ കയ്യിൽ വന്നതെന്ന് അവൻ ചോദിക്കുമ്പോ കുറെ നാളുകളായെന്ന് അവള് പറയുന്നു. അപ്പൊ അന്ന് തൊട്ട് നീ നിന്റെ സോൾമേറ്റിനെ അന്വേഷിച്ച് നടക്കായിരുന്നോ, അവന് വേണ്ടി കാത്തിരിക്കായിരുന്നോ എന്ന ചോദ്യത്തിന് അവള് സ്റ്റക്കായി നിൽക്കാണ്. ഈ ചോദിക്കുന്നത് കേട്ടാ ഞാൻ അന്വേഷിച്ചു കൊടുക്കാം മൂവ് ഓൺ ചെയ്തു എന്ന് തോന്നുമല്ലോ. അങ്ങനെയൊന്നല്ല, ഇപ്പോഴും ഞാൻ എന്റെ സോൾമേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അന്വേഷിച്ച് കണ്ടെത്തി, പക്ഷെ ആള് അങ്ങോട്ട് പിടി തരുന്നില്ല എന്ന് ജീവു ഇങ്ങനെ പറയുമ്പോ ജീവു പറയുന്നത് തന്നെ പറ്റിയാണെന്ന് കേൾക്കുന്ന ജയ്ഹയ്ക്ക് മനസ്സിലാവുന്നു. എന്തായാലും അവന്റെ കയ്യിൽ തന്റെ പേര് അവൾ അപ്പോഴും നോക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പേര് അവന്റെ കയ്യിലേ ഇല്ല. തന്റെ എന്നല്ല ആരുടെയും പേര് അവന്റെ കയ്യിലില്ല എന്ന് കാണുമ്പോൾ അവള് ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആവുന്നുണ്ട്. അവൾ മൂഡ് ഓഫ് ആയി നിൽക്കുന്നത് കാണുന്ന അവൻ എന്തുകൊണ്ടോ അവളോട് വളരെ കാര്യമായി സംസാരിക്കുന്നു. അങ്ങനെ എന്തായാലും ഈ ഒരു കുറച്ചു നേരത്തെ സംസാരം ഇവർക്കിടയിൽ കാണുമ്പോൾ അവോയ്ഡ് ചെയ്തു പോകുന്ന ആ ഒരു കാര്യങ്ങൾ മാറ്റുന്നുണ്ട്. രണ്ടുപേരും പിന്നീട് കാണുമ്പോൾ ഒന്നിച്ച് സീനിയർക്ക് വേണ്ടി അസൈൻമെന്റ് എഴുതാനിരിക്കുകയും ഒന്നിച്ച് വീട്ടിലെ ജോലികൾ ചെയ്യുകയും കാണുമ്പോൾ കുശലം പറയുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അപ്പോഴും ഈ ജീവ ഒരു പെണ്ണാണ് എന്നത് അവന് മനസ്സിലാവുന്നില്ല. അവളെ കാണുമ്പോഴെല്ലാം മുടി ഇങ്ങനെ ഷോർട്ടായിട്ട് വെട്ടി ബോയ്സ് കൈൻഡ് ഓഫ് ഡ്രസ്സ് ഇട്ടുകൊണ്ട് അവള് നടക്കുന്നതുകൊണ്ട് അവൻ ഇവളൊരു ആണാണെന്ന് തന്നെയാണ് അപ്പോഴും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. എന്തെങ്കിലും അങ്ങനെ ഇരിക്കെ അവളോട് കൂടുതൽ അടുത്തിടപെടാനായി അവൻ തുടങ്ങുന്നുണ്ട്. അവൾ പാട്ട് കേട്ട് അസൈൻമെന്റ് എഴുതുന്നതിന്റെ ഇടയിൽ ക്ഷീണത്തില് തല ചായച്ച് ഉറങ്ങുന്ന ടീം ഇവൻ അവളുടെ അടുത്ത് അവളെ നോക്കിയിരുന്നുകൊണ്ട് പതിയെ മറ്റേ ഹെഡ്ഫോൺ എടുത്ത് ചെവിയിൽ വെച്ച് അവൾ കേൾക്കുന്ന അതേ പാട്ട് കേട്ടിരിക്കുകയും ഒക്കെ ചെയ്ത് ഇവൻ അവളോടുള്ള ഒരു താല്പര്യം കാണുന്നവർക്കും പ്രകടമാവുന്ന രീതിയിലേക്ക് പോകുമ്പോൾ സീനിയർക്ക് കാര്യം മനസ്സിലാവുന്നു. സീനിയർ പിന്നീട് അതിനെപ്പറ്റി നേരിട്ട് ചോദിക്കാതെ കാഷ്വലായി എന്താടാ നിന്റെ ആളിനെ നീ കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കുമ്പോ കണ്ടുപിടിച്ചു, പക്ഷെ അതൊരു പയ്യനാ. ആദ്യം എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ലായിരുന്നു, പക്ഷെ ഇപ്പോ പതിയെ ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. അത് മറ്റാരുമല്ല നമ്മുടെ ജീവു ആണെന്ന് പറഞ്ഞ് ജയ്ഹെ സംസാരിക്കുമ്പോ അപ്പോഴാണ് ജീവുവിനെ ഒരു ആണായിട്ടാണ് ഇവൻ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് എന്ന കാര്യം സീനിയർക്ക് മനസ്സിലാവുന്നത്. അവളൊരു പെണ്ണാണ് എന്നത് അറിയാമെങ്കിലും സീനിയർ എന്തുകൊണ്ടോ അത് അവനോട് തുറന്നു പറയുന്നില്ല. ഒരു പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവര് ലൈൻ സെറ്റ് ആയാലോ, പിന്നെ ഈ വീട്ടിൽ താൻ മാത്രം ഒരു സിംഗിൾ ആയിട്ട് കഴിയേണ്ടി വരുമോ എന്ന ആ ഒരു തോന്നൽ കൊണ്ടും കുശുമ്പ് കൊണ്ടുമായിരിക്കാം. അങ്ങനെ എന്തേലും തന്റെ ഇഷ്ടം എങ്ങനെയും ജീവനോട് തുറന്നു പറയണം എന്ന് തോന്നുന്ന ജയ്ഹെ അവളോട് സംസാരിക്കാൻ ഒരു അവസരം നോക്കി നടക്കുമ്പോഴാണ് അവൻ മുന്നിലായി നടന്നു പോകുന്ന അവളുടെ കോട്ട് താഴെ വീഴുന്നത് കാണുന്നത്. അവൾ ആ കോട്ട് അരയിൽ ഇങ്ങനെ കെട്ടിയിരിക്കായിരുന്നു. പെട്ടെന്ന് അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് അതെടുത്ത് കൊടുക്കുക എന്നല്ല അതെടുത്ത് ദേഹത്ത് കെട്ടി കൊടുക്കുന്നു. അവൾക്ക് പെട്ടെന്ന് ഇവനെന്താ ഇങ്ങനെ ചെയ്യുന്നതെന്നൊരു ഫീൽ ആവുന്നുണ്ട്. അവനാകുമ്പോ ഒരു പയ്യനല്ലേ ഇത്, പിന്നെ ഞാൻ കെട്ടിക്കൊടുത്ത് എന്താന്നുള്ള തോന്നലായിരുന്നു അങ്ങനെ ചെയ്തത്. എന്തായാലും ആ സമയത്ത് ഇവനിങ്ങനെ വളരെ കാര്യമായി പെരുമാറുന്നതൊക്കെ കണ്ട് അന്തം വിട്ട് നോക്കുമ്പോ ഒരു ബോയും ഇഷ്ടപ്പെടുന്നതിനെ പറ്റി നിനക്ക് എന്താ തോന്നുന്നതെന്ന് കാഷ്വൽ ആയ ഒരു രീതിയിൽ ജയ്ഹി ചോദിക്കുമ്പോ അത് കേൾക്കുന്ന ജീവു ആകെ ഞെട്ടിപ്പോന്നു. ഇവനീ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം എന്താ? ഒരു പക്ഷെ ഇവന് സീനിയറിനെ ഇഷ്ടമാണെന്നാണോ? അതിനെപ്പറ്റിയാണ് ഇവന് ഇൻഡയറക്റ്റ്ലി പറയുന്നത് എന്നാണ് അവൾ അത് കേട്ട് ഡൗട്ട് അടിക്കുന്നത്. എന്തായാലും ഇനി അങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ താൻ ജയ്ഹിയുടെ പുറകെ നടന്ന് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യരുത് എന്ന് അവളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും അവളുടെ ഒരു പഴയ ഫോട്ടോ താമസ
സ്ഥലത്ത് നിന്ന് കിട്ടുന്ന ജെഹിക്ക് അവൾ താൻ കരുതുന്നത് പോലെ ഒരു ആണല്ല പെണ്ണാണ് എന്ന് മനസ്സിലാവുന്നു. കാരണം ആ പഴയ ഫോട്ടോയിൽ അവൾക്ക് ലോങ് ഹെയറും അങ്ങനെ കണ്ട ശരിക്കും ഒരു പെൺകുട്ടിയുടെ ലുക്കുമാണ് ഉള്ളത്. അങ്ങനെ അത് മനസ്സിലാക്കുന്ന അവൾ താൻ ഒരാണും ആണും ഇഷ്ടപ്പെട്ടാൽ എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിക്കുന്നതിനെ പറ്റി തെറ്റായി കരുതി കാണും എന്ന് വിചാരിച്ച് അവളോട് അത് ക്ലാരിഫൈ ചെയ്യാനായി അവളെ കാണാൻ പോകുമ്പോഴേക്കും അവളുടെ അടുത്ത സീനിയർ അയാൾക്ക് അവളെ ഇഷ്ടമാണെന്ന് തുറന്ന് പറയുന്നത് മാറി നിന്ന് അവൻ കേൾക്കുന്നു. ഓൾറെഡി ഈ സീനിയർക്ക് അവളോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നല്ലോ, അത് അവൾ അറിയാനായി അയാൾ തുറന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ട് അവനൊന്ന് അപ്സെറ്റ് ആവുന്നുണ്ട്. ഇവൾ തന്നോട് പലതവണ അവളുടെ ഇഷ്ടം തുറന്നു പറഞ്ഞപ്പോഴും താൻ അവളെ മനസ്സിലാക്കാതെ കാര്യങ്ങൾ കൺഫ്യൂഷനാക്കി ഇവിടം വരെ എത്തിച്ചു. അപ്പൊ ഇനി തനിക്ക് ഒരു ചാൻസ് കാണില്ല എന്ന് കരുതി അവൻ വളരെ ശോകത്തിൽ അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോഴേക്കും സീനിയറിനോട് തനിക്ക് ജെഹിയാണ് ഇഷ്ടമെന്നും സീനിയറിന് ഒരു രീതിയിലും അവൾ അങ്ങനെ കണ്ടിട്ടില്ല എന്നും ക്ലാരിഫൈ ചെയ്ത് അവൾ അവനെ അന്വേഷിച്ചു പോവാണ്. സീനിയർക്കും കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. താൻ ഒന്നു ചേരാനായി ആഗ്രഹിക്കുന്ന രണ്ടുപേരുടെ ഇടയിൽ കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കുന്ന സീനിയർ ഒഴിഞ്ഞു കൊടുക്കുന്നു. തുടർന്ന് ജെഹിയുടെ അടുത്തേക്ക് ചെന്ന ജീവു അവളുടെ ഇഷ്ടം തുറന്നു പറയുമ്പോൾ അവനും കാര്യങ്ങൾക്കെല്ലാം ഇപ്പോൾ നല്ലൊരു ക്ലാരിറ്റി ഉള്ളതുകൊണ്ട് ഉടനെ തന്നെ ഒട്ടും താമസിപ്പിച്ച് ഇനി വീണ്ടും പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതി അത് അക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഇവരിവിടെ ഒന്നാവുന്നത് കാണിച്ചുകൊണ്ട് ഷോർട്ടായ രസകരമായ കഥ അവസാനിക്കുകയാണ്. ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.